സിൽവർ ലൈനിലെ സർക്കാർ ലൈൻ. സിൽവർ ലൈൻ സർവേ നിർത്തിവെക്കാൻ സർക്കാർ തലത്തിൽ ധാരണ. പ്രതിഷേധങ്ങൾ ജനവികാരം എതിരാക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് നീക്കം. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ശേഷം സർവേയുമായി മുന്നോട്ടു പോകാനാണ് ആലോചന. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് കെ-റെയിൽ കോർപ്പറേഷന്റെ വിശദീകരണം. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കാനുള്ള ത്വരിത നീക്കങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനുള്ള വഴികളും സർക്കാർ തേടുകയാണ്. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഒന്നിനുമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സർവേ നടപടികൾ തത്കാലത്തേക്ക് നിർത്തിവെക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം. ഇത് സംബന്ധിച്ച വ്യക്തമായ സന്ദേശം സർക്കാർ കെ-റെയിൽ കോർപ്പറേഷന് നൽകിക്കഴിഞ്ഞു. ഇന്നു പലയിടത്തും സർവേ നടപടികൾ ഉപേക്ഷിച്ചു. വരും ദിവസങ്ങളിലും സാഹചര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാകും സർവേ എന്ന് കെ-റെയിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നു. എന്നാൽ കല്ലിടൽ നിർത്തിവെക്കുന്നുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകില്ല. അങ്ങനെ ചെയ്താൽ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്നു എന്ന പ്രചരണം ഉണ്ടാകുമെന്നാണ് ആശങ്ക. ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള വഴികളാണ് കെ-റെയിൽ കോർപ്പറേഷനും തേടുന്നത്. അതിനായി ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം ശ്രമങ്ങൾ ഉണ്ടാകും. ഇതിനു പുറമെയാണ് CPM നേതാക്കളുടെ ഭവന സന്ദർശനം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏപ്രിലിൽ സർവേ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് ഏജൻസികളും കെ-റെയിൽ കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട്. സർവേക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് ആവശ്യം. കല്ലിടലിന് പകരം വഴികളെക്കുറിച്ചും ആലോചനകൾ സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതിയിലെ സർക്കാർ സമീപനത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട CPI ഉദ്യോഗസ്ഥർക്ക് ഇത്ര ധൃതി എന്തിനാണെന്നും സമരക്കാർ എല്ലാം ഇടതുപക്ഷ വിരുദ്ധരല്ലെന്ന് ഓർമ്മിക്കണമെന്നും CPI അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു പറഞ്ഞു. അതേസമയം എറണാകുളത്ത് സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത നേതാവിനോട് CPI വിശദീകരണം തേടി. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്നും വികസനം ഇനിയും വൈകിപ്പിക്കാൻ കഴിയില്ലെന്നുമുള്ള CPM നിലപാടിന് CPIയുടെ മറുപടി ഇതാണ്. ഗവൺമെന്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാർ എടുക്കുന്ന സമീപനങ്ങൾ വളരെ ആശങ്കയുണ്ടാക്കുന്നത്. കേരളത്തിൽ ആരെയും വേദനിപ്പിച്ചുകൊണ്ട്, ആരെയും ദുഃഖത്തിലാക്കിക്കൊണ്ട് കെ-റെയിലല്ല ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാർ അത്രയും ധൃതി കാണിക്കുന്നത്? ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചാൽ പ്രതിപക്ഷത്തിനെതിരെ ജനം രംഗത്ത് വരും. അതിനാൽ ആശങ്കകൾ പരിഹരിക്കണം. അങ്ങനെ ആരെങ്കിലും വഴിയാധാരമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എടുക്കേണ്ടുന്ന ഒരു അവധാനത ഉദ്യോഗസ്ഥന്മാരെടുക്കണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും മറ്റ് സിവിൽ ഉദ്യോഗസ്ഥന്മാരായാലും അവരതിനകത്ത് കുറച്ചുകൂടി കോഷ്യസ് ആവേണ്ടതായിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയെ എതിർക്കുന്നില്ല. അനാവശ്യ തിടുക്കം വേണ്ടെന്ന നിലപാടാണ് CPI ആവർത്തിക്കുന്നത്. ഇതിനിടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ CPI വിശദീകരണം തേടി. പിറവം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC തങ്കച്ചനോടാണ് വിശദീകരണം തേടിയത്. തങ്കച്ചൻ മാത്രമാണ് അതിൽ പങ്കെടുത്തുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഒരു CPIക്കാർ പങ്കെടുത്തായിട്ട് മാധ്യമങ്ങളോ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തങ്കച്ചൻ്റെ പേരിൽ അങ്ങനെ LDF അംഗീകരിച്ച പരിപാടി, പാർട്ടി അംഗീകരിച്ച പരിപാടിക്കെതിരായി പ്രവർത്തിച്ചാൽ അതിൻ്റെ പാർട്ടിയുടെ സംഘടനാപരമായ നടപടി സ്വീകരിക്കപ്പെടും. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം. സിൽവർ ലൈനിന്റെ പേരിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രതിപക്ഷത്തിന്റെയും വർഗീയ ശക്തികളുടെയും നേതൃത്വത്തിൽ അരാജക സമരമാണ് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിമർശിച്ചു. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറും വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പം കേന്ദ്രത്തിന്റെ ലൈസൻസ് കിട്ടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പ്രതികരിച്ചു. ഇതൊന്നും ജനങ്ങളുടെ പിന്തുണയുള്ള സമരമേ അല്ല. കോൺഗ്രസ്സുകാരും BJPക്കാരും UDFകാരും നടത്തുന്ന ചില ഒറ്റപ്പെട്ട സമരങ്ങളാണ്. ബഹുജന പിന്തുണ ഈ സമരത്തിനില്ല. ഇന്നലെ പാർലമെന്റിന്റെ മുമ്പിൽ കണ്ട സംഭവത്തോടുകൂടി ഇന്ത്യക്ക് അപമാനമാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷ MP-മാരും എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ കേരളത്തിന് വികസനം വേണ്ട, റെയിൽ വേണ്ട, ഒന്നും വേണ്ട എന്ന നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നത് സാധാരണ നിലയിൽ ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. കെട്ടിവെച്ച കാശ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടില്ല. പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് വരെ വിവാദം വേണ്ട എന്ന് സർക്കാർ അനൗദ്യോഗികമായി തീരുമാനിച്ചു എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ താൽക്കാലികമായിട്ടാണ്. ഇനിയിപ്പോൾ ഈ കല്ലിടൽ നിർത്തിവെച്ചാലും
സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി പിന്മാറി എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതുവരെ UDF സമരവുമായി മുന്നോട്ട് പോകും. ഒരു തരത്തിലുള്ള അനുമതിയും കേന്ദ്ര ഗവൺമെന്റ് ഈ നിമിഷം വരെ കേരയിൽ പദ്ധതിക്ക് നൽകിയിട്ടില്ല. അത് വസ്തുതയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് സത്വര നടപടികളുണ്ടാവും. കേരളത്തിന് ദോഷം വരുന്ന പദ്ധതികൾക്ക് അത്ര എളുപ്പത്തിൽ ലൈസൻസ് കിട്ടില്ല. അതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു രീതി. അതേസമയം സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചില്ല. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട എന്ന് മാത്രമായിരുന്നു യെച്ചൂരിയുടെ പ്രതികരണം. സിൽവർ ലൈൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പ്രതിഷേധത്തെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ പെരുന്തോട്ടം വിമർശിച്ചു. വിമോചന സമരത്തിന് ശ്രമമെന്ന് പരിഹസിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്നും ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം മുന്നറിയിപ്പ് നൽകി. സിൽവർ ലൈൻ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. സിൽവർ ലൈൻ കല്ലിടൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സർക്കാർ ജനങ്ങളെ നേരിൽ കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അതിനുശേഷം മാത്രം കല്ലിടൽ ശരിക്കും പിന്മാറിയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങൾ ഈ സമരത്തിൽ നമ്മളിത് രാഷ്ട്രീയവൽക്കരിച്ചുള്ള സമരമല്ല, നമ്മൾ നൊമ്പരങ്ങളുടെ സമരമാണ്. ആദ്യം കേരളം അറിഞ്ഞത് ന്യൂസ് 18-ലൂടെ. ന്യൂസ് 18 കേരളം, വാർത്തയിൽ എന്നും മുന്നിൽ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥിന് രണ്ടാം ഊഴം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആനന്ദിബെൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേശവ് പ്രസാദ് മൗര്യ, ബ്രജേഷ് പാഠക് എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 5 വനിതകൾ ഉൾപ്പെടെ 53 പേരാണ് മന്ത്രിസഭയിലുള്ളത്. ഉത്തർപ്രദേശിൽ ചരിത്ര വിജയം നേടിയ BJP യോഗി ആദിത്യനാഥിന്റെ രണ്ടാം ഊഴം ആഘോഷമാക്കി മാറ്റി. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏക്നാ സ്റ്റേഡിയത്തിൽ 80,000-ലധികം ആളുകൾ ചടങ്ങിന് സാക്ഷിയായി. आदित्यनाथ योगी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന കേശവ് പ്രസാദ് മൗര്യയ്ക്ക് വീണ്ടും അവസരം നൽകി. ദിനേശ് മിശ്രയ്ക്ക് പകരം ബ്രജേഷ് പാഠകും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. मैं ब्रजेश पाठक ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. സ്വതന്ത്ര ചുമതലയുള്ള 14 സഹമന്ത്രിമാർ ഉൾപ്പെടെ 53 പേരാണ് മന്ത്രിസഭയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഡൽഹി. ബംഗാളിലെ ബീർഭൂവിലുണ്ടായ രാഷ്ട്രീയ കലാപം CBI അന്വേഷിക്കും. കൊൽക്കത്ത ഹൈക്കോടതിയാണ് അന്വേഷണം CBIക്ക് വിട്ടത്. കേസ് ഡയറി CBIക്ക് കൈമാറണം. ഏപ്രിൽ 7-നകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകത്തിന് പിന്നാലെയുണ്ടായ കലാപത്തിൽ 8 പേർ കൊല്ലപ്പെട്ടിരുന്നു. അക്രമികൾ വീടുകൾക്ക് തീയിടുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 22 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബീർഭൂവിലുണ്ടായ രാഷ്ട്രീയ കലാപം പാർലമെന്റിൽ ഉന്നയിച്ച് BJP ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് രൂപ ഗാംഗുലി ആവശ്യപ്പെട്ടു. പ്രക്ഷുബ്ധമായ സഭയിൽ വികാരാധീനയായാണ് രൂപ സംസാരിച്ചത്. അതിർത്തിയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കണമെന്ന് ചൈനയോട് ഇന്ത്യ. സേനാ പിന്മാറ്റം വേഗത്തിലാക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവശ്യപ്പെട്ടു. അയൽരാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര സൈനിക ചർച്ചകൾ തുടരും. ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരാനും ധാരണയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തി. ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.
ഡോക്ടർ നീന പ്രസാദിന്റെ നൃത്തം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന ജില്ലാ ജഡ്ജിയുടെ കത്ത്. സംഭവത്തിൽ പ്രതിഷേധിച്ച അഭിഭാഷകർക്കെതിരെ ജില്ലാ ജഡ്ജി ബാർ അസോസിയേഷന് നൽകിയ കത്തിലാണ് നൃത്തപരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ഡിവൈഎസ്പി അമിതമായി ഇടപെട്ടതാണ് എന്നും ജില്ലാ ജഡ്ജി വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രശസ്ത നർത്തകി നീന പ്രസാദ് മോയൻ LP സ്കൂളിൽ നടത്തിയ നൃത്തപരിപാടി ജില്ലാ ജഡ്ജി കലാം പാഷയുടെ നിർദ്ദേശപ്രകാരം പോലീസ് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ജില്ലാ കോടതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കോടതി വളപ്പിൽ നടന്ന പ്രതിഷേധം ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ജഡ്ജി കലാം പാഷ പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റിന് നൽകിയ കത്തിലാണ് താൻ നൃത്തപരിപാടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുന്നത്. ശബ്ദം കുറയ്ക്കാൻ മാത്രമാണ് സെക്യൂരിറ്റി ഓഫീസർ മുഖേന ഡിവൈഎസ്പിക്ക് സന്ദേശം നൽകിയത് എന്നും എന്നാൽ ഡിവൈഎസ്പി പറഞ്ഞതിനേക്കാൾ അധികമായി പ്രവർത്തിച്ച് പ്രശ്നമുണ്ടാക്കുകയാണ് ചെയ്തതെന്നും കലാം പാഷ വ്യക്തമാക്കി. കലാപരിപാടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് താനെന്നും 6 വർഷം സംഗീതം പഠിച്ചയാളാണെന്നും കത്തിൽ പറയുന്നു. അരങ്ങേറ്റം നടത്തിയില്ലെങ്കിലും ഭരതനാട്യവും ഏറെക്കാലം പഠിച്ചിരുന്നു. മതപരമായ കാരണങ്ങളാൽ നൃത്തപരിപാടി നിർത്തിയെന്ന ആരോപണം വേദനാജനകമാണെന്നും അദ്ദേഹം കത്തിലൂടെ വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ പങ്കെടുത്ത പ്രതിഷേധം കോടതിയുടെ പ്രവർത്തനത്തിന് ശല്യമായതായി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. തൃശൂർ ചേർപ്പിൽ സഹോദരനെ കുഴിച്ചുമൂടിയത് ജീവനോടെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച ബാബുവിന്റെ ശ്വാസകോശത്തിൽ മണ്ണ് കണ്ടെത്തി. തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നായിരുന്നു പ്രതി സാബുവിന്റെ മൊഴി. മരിച്ചുവെന്ന് കരുതിയാണ് ബാബുവിനെ സഹോദരൻ സമീപത്തെ വയലിൽ കുഴിച്ചിട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ മണ്ണിന്റെ അംശം കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. ബാബുവിന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. മദ്യപിച്ച് ബഹളം വെച്ചപ്പോൾ തർക്കമുണ്ടായതിനെ തുടർന്ന് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കസ്റ്റഡിയിലായ സാബു നേരത്തെ പോലീസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് കൊല നടത്തിയത്. 25 വയസ്സുള്ള ബാബുവിനെ ഈ 15 മുതൽ കാണാനില്ലെന്ന് കാട്ടി വീട്ടുകാർ പരാതി നൽകിയിരുന്നു. വയലിൽ അസ്വാഭാവികമായി മൺകൂന കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. ന്യൂസ് 18 തൃശൂർ. നെയ്യാറ്റിൻകര പഴിഞ്ഞിക്കുഴിയിൽ മരണവീട്ടിൽ പോലീസ് അതിക്രമം കാട്ടിയതായി പരാതി. +2 വിദ്യാർത്ഥിനിക്കും വൃദ്ധയ്ക്കും ഉൾപ്പെടെ പരിക്കുണ്ട്. മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് ബലം പ്രയോഗിച്ച് നശിപ്പിച്ചതായും വീട്ടുകാർ ആരോപിച്ചു. വീട്ടിലെ യുവാവ് പോലീസിന്റെ ജോലി തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. KSRTC ജീവനക്കാരൻ പെരുമ്പഴുതൂർ പഴിഞ്ഞിക്കുഴി കൃഷ്ണഭവനിൽ മധുവിന്റെ വീട്ടിലായിരുന്നു അതിക്രമം. 2 ദിവസം മുമ്പ് മധുവിന്റെ ഭാര്യാമാതാവ് മരിച്ചതിനാൽ ബന്ധുക്കൾ ഉൾപ്പെടെ വീട്ടിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെ ഘോഷയാത്ര കടന്നുപോകവേ മധുവിന്റെ മകൻ അരവിന്ദ് കൃഷ്ണയെ പോലീസ് മർദ്ദിച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. ഘോഷയാത്രയിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുമ്പോഴാണ് ലാത്തി കൊണ്ടടിച്ചത്. അകാരണമായി മർദ്ദിച്ചത് അരവിന്ദ് ചോദ്യം ചെയ്തതോടെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുമെന്ന നിലപാടിൽ പോലീസ് ഉറച്ചുനിന്നു. തുടർന്നാണ് കൂടുതൽ പോലീസുകാരെത്തി വീട്ടിൽ കയറി യുവാവിനെ പിടികൂടിയത്. ബലപ്രയോഗത്തിനിടെ സാധനങ്ങൾ തല്ലിത്തകർക്കുകയും സ്ത്രീകൾ അടക്കമുള്ളവരെ മർദ്ദിക്കുകയും ചെയ്തു. മധുവിന്റെ ഭാര്യയും വികലാംഗയുമായ അമൃത, +2 വിദ്യാർത്ഥിനിയായ മകൾ, ബന്ധുക്കളായ ലളിത, സുലോചന എന്നിവർക്കാണ് പരിക്കേറ്റത്. മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് ബലം പ്രയോഗിച്ച് നശിപ്പിച്ചതായും വീട്ടുകാർ ആരോപിച്ചു. പോലീസ് വീട്ടിൽ കയറി ആക്രമിച്ചത് എല്ലാം എടുത്തിട്ടുണ്ട്. അത് അവസാനം ചേട്ടനെ പോലീസ് വണ്ടിയിൽ കൊണ്ടുപോയി അച്ഛനും കൂടെ കയറിപ്പോയി. അപ്പോൾ തന്നെ അവരാണെങ്കിൽ അച്ഛൻ്റെ ഫോൺ ലോക്ക് അച്ഛനെ വിട്ടടിപ്പിച്ച് ആ വീഡിയോ ഫുള്ള് ഡിലീറ്റ് ചെയ്തോളാം. പോലീസിനെ ആക്രമിച്ചെന്ന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത അരവിന്ദിനെ റിമാൻഡ് ചെയ്തു. മധുവിനെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും പിന്നീട് വിട്ടയച്ചു. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിക്രമത്തിനെതിരെ മുഖ്യമന്ത്രി, DGP, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് കുടുംബം പരാതി നൽകി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് അരവിന്ദിനെ അറസ്റ്റ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. രക്താർബുദം ബാധിച്ച 7 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താൻ കൈകോർത്ത സുമനസുകൾ. ശ്രീനന്ദന്റെ ജീവൻ നിലനിർത്താൻ ജനിതക സാമ്യമുള്ളവരെ കണ്ടെത്താൻ തിരുവനന്തപുരത്ത് നടത്തിയ ക്യാമ്പിൽ 2000-ലധികം പേർ പങ്കെടുത്തു. 45 ദിവസത്തിന് ശേഷമേ പരിശോധനാ ഫലം ലഭ്യമാകൂ. 7 വയസ്സുകാരൻ ശ്രീനന്ദന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ആൾക്കൂട്ടം. 2 മാസം മുൻപാണ് ശ്രീനന്ദന് രക്താർബുദം സ്ഥിരീകരിച്ചത്. അന്നു മുതൽ രക്തം മാറ്റി നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത്. രക്തം ഉൽപ്പാദിപ്പിക്കേണ്ട രക്തമൂലകോശം നശിച്ചു പോയതിനാൽ
ശരീരം രക്തം ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതിനാൽ രക്തമൂലകോശം മാറ്റിവെക്കാൻ ജനിതക സാമ്യമുള്ളവരെ കണ്ടെത്തണം. ആദ്യം നമ്മൾ മാച്ച് നോക്കുന്നത് നമ്മുടെ കുടുംബത്തിലായിരിക്കും. ഇപ്പോൾ കുടുംബത്തിൽ നിന്നൊരു മാച്ച് കിട്ടാനുള്ള സാധ്യത 30%. ഇപ്പോൾ കുടുംബത്തിൽ നിന്നൊരു മാച്ച് വരാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പുറത്തുള്ള ആളുകളുടെ മാച്ച് നോക്കേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ക്യാമ്പയിനാണ്. വാസ്തവത്തിൽ ക്യാമ്പ് ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ മറ്റു പലരെയും കൂടെ സഹായിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരാം. പ്രതീക്ഷയ്ക്ക് നമുക്ക് ഒരിക്കലും വിരാമം വെക്കാൻ പറ്റുന്നില്ല. കാരണം ഇതെന്റെ കുഞ്ഞിന്റെ ഒരു ജീവനായിട്ട് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നു. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് കൂട്ടിയത്. ഈ ആഴ്ച ഇത് 3ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇന്ധനവില വർധനയിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. വിഷയത്തിൽ ധനമന്ത്രി വിശദീകരണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്ന് 543 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിനിടെ കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. 872 പേർക്ക് രോഗം ഭേദമായി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ക്യാമ്പസിൽ അപകടകരമായി വാഹനമോടിച്ചവർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. 3 +2 വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി. സാഹസിക പ്രകടനം തടയുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കോഴിക്കോട് RTO. LJD-JDS ലയനം സ്വാഗതാർഹമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. BJPക്കെതിരെ ശക്തമായ ഇടപെടലിന് ജനതാ പാർട്ടികളുടെ ലയനം അനിവാര്യം. അധ്യക്ഷനടക്കമുള്ള സ്ഥാനങ്ങൾ തർക്കവിഷയമല്ലെന്നും മന്ത്രി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായ തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു. ഹൃദയസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് വെളുപ്പിനെയായിരുന്നു അന്ത്യം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള പ്രമുഖർ അനുശോചനം അറിയിച്ചു. കോൺഗ്രസ് നേതാവ് U രാജീവൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. IPSന് അംഗപരിമിതർക്ക് അപേക്ഷിക്കാമെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ, അജയ് S ഓക്ക എന്നിവരടങ്ങിയ ബെഞ്ച് ഇത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവിറക്കി.